AI ക്യാമറയിൽ പ്രതിപക്ഷത്തിനേറ്റത് കനത്ത തിരിച്ചടി. കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ട ഇടത് സർക്കാർ നടപ്പിലാക്കുന്ന ഓരോ പദ്ധതിയും അട്ടിമറിക്കുകയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. അതിന് ലഭിച്ച അവസാന പ്രഹരമാണ് ഹൈക്കോടതിയിൽ നിന്ന് പ്രതിപക്ഷത്തിനേറ്റത്. മാസങ്ങളോളം പ്രതിപക്ഷ നേതാവും അണികളും സർക്കാരിനെതിരെ ആളിക്കത്തിച്ച വിഷയമാണ് ഒടുവിൽ കോടതിയിൽ നനഞ്ഞ പടക്കമായി മാറിയത്. AI ക്യാമറ വിഷയത്തിൽ സർക്കാരിനെതിരെ പുറത്തു പറഞ്ഞതൊന്നും കോടതിയിൽ തെളിയിക്കാൻ വി ഡി സതീശനായില്ല. ഹർജിക്കാരൻ്റെ കയ്യിൽ ആരോപണങ്ങളല്ലാതെ തെളിവുകളില്ലെന്ന് കോടതിക്ക് പറയേണ്ടി വന്നു. രാഷ്ട്രീയ തർക്കങ്ങൾ പരിശോധിക്കാനുള്ള ആയുധമല്ല പൊതുതാൽപര്യ ഹർജിയെന്ന് ചീഫ് ജസ്റ്റിസ് നിധിൻ ജംദർ ഉത്തരവിൽ എഴുതി വച്ചത് പ്രതിപക്ഷ നേതാവിന് ലഭിച്ച തിരിച്ചടിയായി. കോടതി അംഗീകരിച്ചില്ലെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്ന വിചിത്രവാദമാണ് കോടതിക്ക് വി ഡി സതീശൻ്റെ മറുപടി. പഴയ മനസാക്ഷി കോടതിയുടെ പുതിയ വേർഷൻ. ഇപ്പോൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിൽ ഹൈക്കോടതി തുടർച്ചയായിട്ട് ഒരു കേസ് എൻ്റർടൈൻ ചെയ്യുന്നില്ല, ഒരു കേസും പരിശോധിക്കുന്നില്ല. അത് കോടതിയുടെ പുതിയ ഇതാണ്. അതുകൊണ്ട് ഇത് ഇല്ലാതാവില്ലല്ലോ. നോക്കട്ടെ, വിധി പരിശോധിക്കട്ടെ, വിധി പരിശോധിച്ചിട്ട് പറയാൻ. അതുകൊണ്ട് അത് ഇല്ലാതാവുന്നില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. കഴിഞ്ഞ 10 വർഷത്തിൻ്റെ പ്രതിപക്ഷത്തിന് നിരവധി തിരിച്ചടികളാണ് ഹൈക്കോടതിയിൽ നിന്നടക്കം ലഭിച്ചത്. പ്രതിപക്ഷ നേതാവിന് പൊതുതാൽപര്യമല്ല പബ്ലിസിറ്റി താൽപ്പര്യമാണെന്ന് ഇതേ കോടതി വിമർശിച്ചിട്ട് അധികകാലമായില്ല. K4-നെതിരായ കേസിലായിരുന്നു അത്. അവിടെയും സർക്കാരിനായിരുന്നു കോടതിയിൽ വിജയം. AI ക്യാമറ കേസിൽ കോടതി വിമർശനത്തെ തുടർന്ന് അഫിഡവിറ്റ് മാറ്റി നൽകേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവിന് ചെറിയ നാണക്കേടായിരുന്നില്ല ഉണ്ടാക്കിയത്. കഴിഞ്ഞ 9 വർഷത്തിനിടെ സർക്കാരിനെതിരെ നടത്തിയ ഒരു നിയമ പോരാട്ടത്തിലും വിജയിക്കാനാവാതെ പോയതിൻ്റെ ജാള്യത പ്രതിപക്ഷ നേതാവിനുണ്ട്. ഇടതു വലത് സർക്കാരുകളെയും അക്കാലങ്ങളിലെ പ്രതിപക്ഷ നേതാക്കളെയും പൊതുസമൂഹം താരതമ്യം ചെയ്യുന്നു. UDF സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ ഓൺലൈൻ ലോട്ടറി വിഷയത്തിലടക്കം വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ VS അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒരു വശത്ത്. നിയമ പോരാട്ടത്തിൽ വിജയം നേടാൻ എല്ലാ കേസുകളിലും VSനായി. എന്നാൽ പിണറായി സർക്കാരിനെതിരെ ഉന്നയിച്ച ഒരു അഴിമതി ആരോപണവും കോടതിയെ ബോധ്യപ്പെടുത്താൻ വി ഡി സതീശനോ രമേശ് ചെന്നിത്തലയ്ക്കോ ആയില്ല. അതുകൊണ്ടാണ് AI ക്യാമറ കേസിലെ തോൽവി വി ഡി സതീശൻ്റെ വ്യക്തിപരമായ പരാജയം കൂടിയാകുന്നത്. അഴിമതിയുടെ കറപുരളാത്ത ഭരണ സംവിധാനം എന്ന ഖ്യാതി പിണറായി വിജയനും സർക്കാരിനും നിലനിർത്താനുമായി. സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊന്നും യാതൊരു കഴമ്പുമില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയുകയാണ് AI കേസിലെ കോടതി വിധിയിലൂടെ. ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ലഭിച്ച വ്യക്തിപരമായ തിരിച്ചടി കൂടിയാണ്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.